നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. പഴയ വടക്കാഞ്ചേരി പാലം പൊളിക്കുന്നതിനിടെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ഉത്തർപ്രദേശ് സ്വദേശിയായ 22-കാരന് പരിക്ക്. ക്രെയിൻ ഉപയോഗിച്ച് ഇരുമ്പ് ഭാഗങ്ങൾ മാറ്റുന്നതിനിടെ പാലം തകർന്ന യുവാവ് പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാവിനെ ലൈംഗികമായി ആക്രമിച്ചുവെന്ന പരാതിയിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗം KV ശങ്കരനാരായണനെതിരെ വടക്കാഞ്ചേരി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പാർട്ടിയിൽ നിന്നും പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് വനിതാ നേതാവ് കോടതിയെ സമീപിച്ചതോടെയാണ് വടക്കാഞ്ചേരി SHO കേസന്വേഷണം പൂർത്തിയാക്കി നടപടി സ്വീകരിച്ചത്. പോലീസിന്റെ കുറ്റപത്രം വന്നിട്ടും കുറ്റാരോപിതനായ നേതാവിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതിൽ പ്രവർത്തകർക്കിടയിലും പ്രതിഷേധമുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതി മലപ്പുറം കുളത്തൂർ സ്വദേശി സർഫാറസിനെ പോലീസ് പിടികൂടി. ആമിയൂർ സ്വദേശിയുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുപ്പി എന്ന് വിളിക്കുന്ന സർഫാറസ് പിടിയിലായതും മോഷണം പോയ വാഹനം കണ്ടെടുത്തതും. പിടിക്കപ്പെട്ട പ്രതിക്ക് നിലവിൽ നിരവധി കേസുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും തുടർന്ന് EVM-ലെ വോട്ടുകളും എണ്ണുന്ന രീതിയിലാണ് കൗണ്ടിംഗ് ടേബിളുകളും ഉദ്യോഗസ്ഥരുടെ വിന്യാസവും ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കുള്ള അവസാനഘട്ട പരിശീലനം ഉടൻ പൂർത്തിയാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെ നിശ്ചയിക്കാമെന്നും കമ്മീഷൻ അറിയിച്ചു.